ലൈംഗിക പീഡന കേസിലെ അതിജീവിതയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഭീഷണി സന്ദേശങ്ങൾ പുറത്തുവന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുലിന്റെ ഭീഷണി. ഷിജോ കുര്യൻ തിരുവല്ലയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഷിജോ. ഇപ്പോഴും ഇദ്ദേഹം ഭീഷണിയും വെല്ലുവിളിയൊക്കെ ആയിട്ട് തന്നെ ജീവിക്കുകയാണോ? പറയൂ വിവരങ്ങൾ. അതിജീവിതമാർക്ക് വലിയ തരത്തിലുള്ള ഭീഷണി സന്ദേശവും അവരെ അപായപ്പെടുത്തും, അവരെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എനിക്കൊന്നും സറണ്ടർ ചെയ്യാനില്ല, ഈ ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിപ്പിക്കാൻ അതിജീവിതയെ നോക്കണ്ട, വേറെ ആരും നോക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശമാണ് രാഹുൽ അയച്ചിരിക്കുന്നത്. കുറ്റസമ്മതം നടത്താൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. അങ്ങനെ രാഹുൽ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല, ഞാൻ എല്ലാത്തിന്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ മൈൻഡ് ചെയ്യുമായിരുന്നു, ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല. പക്ഷേ അതൊക്കെ ഈ പറയുന്ന അതിജീവിത തോന്നൽ മാത്രമാണ്. ഇനി നീ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല. അതായത് അതിജീവിത എന്ത് ചെയ്താലും അതിന്റെ ബാക്കി അപ്പുറത്തേക്ക് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ജയിലിൽ പോകാനിടയായിട്ടുള്ള അതിജീവിതയ്ക്കാണ് ഈ മെസ്സേജുകൾ അയച്ചതെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതമാരെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം ഇപ്പോഴും സ്വീകരിക്കുകയാണ്. ഇതിനകത്ത് രാഹുൽ ഒരു തെറ്റുകാരനുമല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാട് പൊതുസമൂഹത്തിൽ സ്വീകരിക്കുകയും അതിനപ്പുറത്തേക്ക് ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നാട്ടിൽ വന്നാൽ കുറേയധികം ആളുകളുമായിട്ട് അതിജീവിതയുടെ വീട്ടിൽ വരും, അവിടെ വന്ന് കാണിച്ചു കൊടുക്കാം, രാഹുൽ ചെയ്യുന്നതൊക്കെ നീ താങ്ങില്ല, പക്ഷേ അതിജീവിതം എന്ത് ചെയ്താലും ഞാൻ താങ്ങും, ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു, ഇപ്പോൾ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ് രാഹുൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. എസ്കെൻ, ഇത് കൃത്യമായിട്ട് അയച്ചു കൊടുത്തത് ഏത് അതിജീവിതയ്ക്കാണെന്ന് നമുക്കറിയാമോ? മൂന്നാമത്തെ അതിജീവിതയാണോ? SKN അത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം SITക്ക് ശേഖരിക്കുകയും SIT അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിനകത്ത് അതിജീവിത ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിയമപരമായിട്ട് നേരിടും. അതിനകത്ത് രാഹുൽ ആ അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ഈ കൃത്യം നടന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ദിവസം കഴിഞ്ഞ് ചായയും വടയും കഴിക്കുന്ന ഒരു റീല് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഈ കൃത്യം നടന്നതിന് ശേഷം ആ അതിജീവിത ഒരു തരത്തിലും ഭക്ഷണം പോലും കഴിക്കാതെ സ്വന്തം വീട്ടിൽ ഒരു മുറിയിൽ അടച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അതിജീവിത ഈ രാഹുലിന്റെ റീല് കണ്ടപ്പോൾ അവർ സ്വയം ഓർത്തത്, ഇതൊക്കെ രാഹുലിന് എങ്ങനെ സാധിക്കുന്നു, താൻ ഇപ്പോഴും വലിയൊരു മനോവിഷമത്തിൽ കഴിയുമ്പോൾ രാഹുലിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് വലിയ വിഷമത്തോടു കൂടി താൻ അങ്ങ് വീട്ടിൽ വിചാരിച്ചിരുന്നു എന്ന് ആ അതിജീവിത പോലീസിന് മൊഴി നൽകിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ രാഹുൽ എന്തോ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി പോലെ രാഹുൽ ഒരു കാര്യം ചെയ്ത് മറ്റു കാര്യത്തിലേക്ക് പോകുന്നു. പക്ഷേ അതിന് ഇരയാക്കപ്പെടുന്ന അതിജീവിത അങ്ങേയറ്റം വിഷമത്തോടെ ഒരു മുറിയിലിരിക്കുകയാണ്. അതിനുശേഷം ഈ അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ഇതിനെയൊക്കെ നേരിടും, രാഹുലിനെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാഹുലിനോട് ആ രീതി സംസാരിച്ചപ്പോൾ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ലഭിച്ച സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിജീവിതനെ അങ്ങേയറ്റം മോശമായിട്ട് ചിത്രീകരിക്കുകയും നാട്ടിൽ വന്നാൽ കുറേയധികം ആളുകളുമായിട്ട് അതിജീവിതയുടെ വീട്ടിൽ വന്നുകൊണ്ട് നിന്നെ ഞാനങ്ങ് കാണിച്ചു തരാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള വാചകമുണ്ട്, അതിജീവിത എന്ത് ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് സഹിക്കും, അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്താണോ അത് ഞാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിജീവിത താങ്ങില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിജീവിതയുടെ സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ മൂന്നാമത്തെ പരാതിയിലെ അതിജീവിതയ്ക്ക് ഈ രീതിയിലുള്ള ശബ്ദ മെസ്സേജുകൾ അയച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള തെളിവുകളടക്കം SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയും മൊബൈൽ ഫോണിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധനയും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളുടെ പരിശോധനയും ഒക്കെയാണ് നടത്തേണ്ടത്. ഇത് ഏത് സാഹചര്യം അയച്ചു, എപ്പോഴാണ് അയച്ചത്, ഈ അടുത്ത കാലത്തും അങ്ങനെയുള്ള പരിശോധന കൂടി SITക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊടുത്തേക്കും. എന്തായാലും രാവിലെ 10 മണി 10:30 കൂടി ആയിരിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇതിനകത്ത് ജാമ്യം കിട്ടാനുള്ള സാധ്യത തുലവും തുച്ഛമാണ്. കാരണം അതിനകത്ത് ഒരു തരത്തിലും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. എന്തായാലും രാഹുലിന് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുലിന്റെ അഭിഭാഷകൻ ജില്ലാ കോടതിയെ സമീപിക്കും. ജില്ലാ കോടതിയിലായിരിക്കും ഈ കേസിന്റെ വാദന്യായങ്ങൾ നടക്കുക. ഇതിനകത്ത് അതിജീവിത റൂം ബുക്ക് ചെയ്തു, അതിജീവിത വിളിച്ചിട്ടാണ് അങ്ങോട്ട് ചെന്നത്, വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നു, വിവാഹിതയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്മാറുകയാണ് ചെയ്തത്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലാണ് ഏർപ്പെട്ടത്. അത്തരത്തിലുള്ള വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ സ്വാഭാവികമായിട്ടും കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും അതിനെയൊക്കെ എതിർക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതിനോടൊപ്പം തന്നെ SIT ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുക എന്നുള്ളതാണ്. SKN.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.